ഒരു ഭിക്ഷക്കാരൻ വർഷങ്ങളായി റോഡിനരികിലിരുന്ന് ഭിക്ഷയാചിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു വഴിപോക്കൻ ആ വഴി നടന്നു പോയപ്പോൾ കയ്യിലുള്ള പാത്രം നീട്ടിക്കൊണ്ട് ഭിക്ഷക്കാരൻ കുറച്ച് പണം തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ വഴിപോക്കൻ പറഞ്ഞു, എനിക്ക് നിനക്ക് തരാനായി ഒന്നും തന്നെയില്ല. പക്ഷേ നീ ഒരു കാര്യം പറയണം. നീ എന്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്? ഭിക്ഷക്കാരൻ പറഞ്ഞു, ഓ, അത് പഴയൊരു പെട്ടിയാണ്. കാലങ്ങളായി ഞാൻ ഇരിക്കുന്നത് അതിന് മുകളിലാണ്. അതുപോട്ടെ, നിങ്ങൾക്ക് എനിക്ക് വല്ലതും തരാൻ പറ്റുമോ? അപ്പോൾ വഴിപോക്കൻ വീണ്ടും ചോദിച്ചു, നീ ഇരിക്കുന്ന പെട്ടിക്കുള്ളിൽ എന്താണുള്ളത് എന്ന് എപ്പോഴെങ്കിലും നീ നോക്കിയിട്ടുണ്ടോ? ഓ, അതിലൊന്നുമില്ല. അതിനകത്ത് നോക്കിയിട്ടൊരു കാര്യവുമില്ല. കൊല്ലങ്ങളായി ഞാൻ ഇരിക്കുന്ന പെട്ടിയല്ലേ. അങ്ങനെ പറയാൻ വരട്ടെ, നീ അതൊന്ന് തുറന്നു നോക്കൂ. വഴിപോക്കൻ നിർബന്ധിച്ചപ്പോൾ ഭിക്ഷക്കാരൻ വളരെ പ്രയാസപ്പെട്ട് ആ പഴയ പെട്ടി തുറന്നു. അപ്പോൾ ആ പെട്ടിക്കുള്ളിൽ കണ്ടത് സ്വർണം നിറഞ്ഞിരിക്കുന്നതാണ്. എക്കാർട്ട് ടോളെ അദ്ദേഹത്തിൻ്റെ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഈ കഥയിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കും നിങ്ങൾക്ക് തരാനായി ഒന്നും തന്നെയില്ല. ആകെ പറയാനുള്ളത് ഉള്ളിലേക്ക് നോക്കാനാണ്. കഥയിലുള്ള പോലെ ഒരു പെട്ടിയിലേക്കല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ. അതെ, സ്വന്തം ഉള്ളിലുള്ള ചൈതന്യം തിരിച്ചറിയാൻ കഴിയാത്തവർ എന്തുണ്ടായിട്ടും കാര്യമില്ല. എത്ര പണമുണ്ടെങ്കിലും കാര്യമില്ല. അവർ ഭിക്ഷക്കാരാണ്. ഇത്രയും സമാധാനവും ആനന്ദവും സന്തോഷവും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നമ്മൾ അത് തിരിച്ചറിയാതെ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും പ്രോത്സാഹനവും സുരക്ഷയും എല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭിക്ഷക്കാർ തന്നെയാണ്. ഉള്ളിലേക്ക് നോക്കേണ്ട ആവശ്യം സ്വയം തിരിച്ചറിവിന് വേണ്ടിയാണ്. ഞാൻ ആരാണ് എന്നറിയാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല, മനസ്സമാധാനവും ശാന്തിയും ഐശ്വര്യവും എല്ലാത്തിലുമുപരി അർത്ഥവുമുണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്വയം അറിയുക. ഉള്ളിലേക്ക് നോക്കേണ്ട ആവശ്യം സ്വയം തിരിച്ചറിവിന് വേണ്ടിയാണ്. ഞാൻ ആരാണ് എന്നറിയണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും, എനിക്ക് എന്നെ നന്നായി അറിയാമല്ലോ, മറ്റുള്ളവരെ അല്ലേ ഞാൻ കൂടുതൽ അറിയേണ്ടത്? മറ്റുള്ളവരെ അറിഞ്ഞാൽ മാത്രമല്ലേ ഓരോരുത്തരോടും ഇടപഴകുമ്പോൾ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്നും എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുമൊക്കെ നിശ്ചയിക്കാൻ കഴിയൂ? അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിപ്പോകുന്നത്. മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ട് അവരെ നന്നായി മാനേജ് ചെയ്യാൻ കഴിയും എന്നത് 100% ശരിയായ ചിന്തയല്ല. ഇത് പറയാൻ കാരണം നമ്മുടെ ക്ലോസ് റിലേഷൻഷിപ്സിൽ, അതായത് നമ്മൾ വളരെ അടുത്ത് അറിയുന്നവരുമായുള്ള ബന്ധം പോലും താറുമാറാകാറുണ്ടല്ലോ. ശരിക്കു പറഞ്ഞാൽ അടുത്തറിയുന്നവരുമായുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ വഷളാകാറുള്ളത്. അപ്പോൾ മറ്റുള്ളവരെ കൂടുതൽ അറിയുന്നത് കൊണ്ട് നമുക്ക് അവരുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും എന്ന് വിചാരിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല. ഇത് നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി, നമുക്ക് നമ്മെ ശരിക്കും അറിയാം എന്ന ധാരണയുണ്ടല്ലോ, അത് ചോദ്യം ചെയ്യേണ്ട ഒന്നാണ്. എനിക്ക് എന്നെ അറിയാം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത്? ഓരോ വിഷയത്തിലും ഉള്ള കഴിവുകൾ എനിക്കറിയാം. ഓരോ കാര്യവും ചെയ്യുന്നതിനുള്ള പരിമിതികൾ എനിക്കറിയാം. ഏതെല്ലാം വിഷയങ്ങളിൽ ആത്മവിശ്വാസമുണ്ട്, ഏതെല്ലാം വിഷയങ്ങളിൽ ഭയമുണ്ട്, ഇതൊക്കെ അറിയാം എന്നല്ലേ? പക്ഷേ ഇതൊക്കെയാണോ ഞാൻ? അല്ല എന്ന് തീർത്ത് പറയുന്നു അറിവുള്ളവർ. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി. 1, മറ്റുള്ളവരെ അറിഞ്ഞതുകൊണ്ട് കാര്യമായ പ്രയോജനം ഇല്ല. 2, നമുക്ക് നമ്മെ ശരിക്കും അറിയില്ല. ഈ 2 തെറ്റിദ്ധാരണകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടല്ലേ മനുഷ്യൻ എക്കാലവും ദുഃഖത്തിലാഴ്ന്ന് ജീവിക്കേണ്ടി വരുന്നത്? ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ? തീർച്ചയായുമാണ്. കാരണം നമ്മുടെ തിരിച്ചറിവ് നമ്മുടെ മാത്രം തിരിച്ചറിവാണ്. മറ്റുള്ളവർക്ക് നമ്മെ പൂർണ്ണമായും സഹായിക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല ഇത്. ഒരു പരിധിവരെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നല്ലാതെ ബാക്കിയുള്ള പ്രോസസ്സ് നമ്മൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. ഈ തിരിച്ചറിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഓടി നടക്കേണ്ട കാര്യമില്ല. അതാത് സമയങ്ങളിൽ എല്ലാം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. സ്വയം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ശ്രീ രമണ മഹർഷി ഉദ്ബോധിപ്പിച്ച ആത്മവിചാരത്തിൻ്റെ വഴിയാണ്. ഇതേ വഴിയാണ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ എക്കാലവും അടിവരയിട്ട് പറഞ്ഞു വെച്ചതും ഉപനിഷത്തുകൾ സമർത്ഥിക്കുന്നതും അതുതന്നെ. അപ്പോൾ ഇതറിയാതെയുള്ള ജീവിതം എത്ര നന്നായി ജീവിച്ചിട്ടും കാര്യമുണ്ടോ? ഇല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചില വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം താങ്കൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള വിഷയവുമായി ഇനിയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.